ഈശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിൽ ജീവൻ മുക്ത പ്രകരണത്തിലാണ് നിൽക്കുന്നത്. ഈ പ്രകരണത്തിൽ ജീവൻ മുക്ത പ്രകരണത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആരാണ് ജീവൻ മുക്തൻ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം അസ്മി ദൃഢനിശ്ചയഃ തഥാ നാഹം ബ്രാഹ്മണഃ ന ശൂദ്രഃ ന പുരുഷഃ കിന്തു അസംഗസച്ചിദാനന്ദസ്വരൂപഃ പ്രകാശരൂപഃ സർവാന്തര്യാമി ചിദാകാശരൂപഃ അസ്മി ദൃഢനിശ്ചയരൂപ അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്തഃ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ജീവൻ മുക്തൻ? ബ്രഹ്മൈവാഹമസ്മി ഇതി അപരോക്ഷജ്ഞാനേന നിഖില കർമ്മബന്ധ വിനിർമുക്ത സ്യാത്. ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന അപരോക്ഷജ്ഞാനം കൊണ്ട് എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും വിമുക്തനായിത്തീരുന്നു. എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും വിമുക്തനായിത്തീരുന്നു. ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന അപരോക്ഷജ്ഞാനം കൊണ്ട്. ഇതിനെ തന്നെയാണ് ഉപനിഷത്ത് എന്ന നിർവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് നാം ചർച്ച ചെയ്യപ്പെട്ടത്. ഉദയ സമീപേ നീ പൂർണ്ണമായും സത് ധാതുവിന് അവസാരണം അല്ലേ, വിചരണം അല്ലേ, വിചരണം പിന്നെന്താ ക്ഷയം അല്ലേ, അവസാദനം വിചരണം ക്ഷയം, ഈ മൂന്നെണ്ണമാണ് അതിന് മുഖ്യമായ അർത്ഥങ്ങൾ. ഏതൊരു വിദ്യ തന്നുള്ളിൽ സംശയലേശമെന്നെ സാക്ഷാത്കരിച്ചാലാണോ, ഈ സംശയലേശമെന്നെ അറിയുന്നതിന് പറയുന്ന പേരാണ് സാക്ഷാത്കാരം എന്നുള്ളത്. ഒരല്പം പോലും സംശയമില്ലാതെ അങ്ങനെ സംശയലേശമെന്നെ അറിയുന്ന ആ വിദ്യ എവിടെ പൂർണ്ണമായി എന്ന് പറയുമ്പോൾ അത് ദേശം കൊണ്ടോ കാലം കൊണ്ടോ ഒന്നും ദൂരെയാവരുത്. പിന്നെ എവിടെയായിരിക്കും? ദേഹം പോലും ശരീരം പോലും എൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമാണെന്ന് പറയാൻ വയ്യ. എന്നിൽ നിന്ന് അന്യമായി അഥവാ ദൃക്കിൽ നിന്ന് അന്യമായാണ് ദൃശ്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി അടുത്ത് എന്ന് പറയാൻ പറ്റില്ല. അല്പം അപൂർണത്വം അവിടെയുണ്ട്. പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ തന്നിൽ താനായി തന്നെ എന്ന് പറയും. അപ്പൊ തന്നിൽ താനായി നിലകൊള്ളുന്ന ആ യാതൊരു തത്വമുണ്ടോ അതിനെ സംശയലേശമെന്നെ അറിഞ്ഞാൽ, പ്രതിശരീരം ഭിന്നമായി അറിഞ്ഞാൽ എന്നല്ല, അങ്ങനെ നമുക്കൊക്കെ അറിയാം. പക്ഷെ പ്രതിശരീരം ഭിന്നമല്ലാത്ത അതിനെ അറിഞ്ഞാൽ മാത്രം പോരാ, ആ അറിവിന്റെ പരിണതഫലമായി അജ്ഞാനം നശിക്കുന്നു, കർമ്മബന്ധനം ക്ഷയിക്കുന്നു, മോക്ഷത്തിലേക്ക് ഗതി നൽകുന്നു. ഈ ഒരു പരാതിയെയാണ് ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് പുസ്തകജ്ഞാനമല്ല. അതേപോലെ തന്നെ ആണ് ഇവിടെയും പറഞ്ഞു, ബ്രഹ്മൈവാഹമസ്മി ഇതി അപരോക്ഷജ്ഞാനേന നിഖില കർമ്മബന്ധ വിനിർമുക്ത സ്യാത്. ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന അപരോക്ഷജ്ഞാനം കൊണ്ട് എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും വിമുക്തനായിത്തീരുന്നു. വിമുക്തൻ എന്ന് പറയും വിശേഷേണ മുക്തനായിത്തീരുന്നു. ശരീരമനോബുദ്ധികൾക്ക് അതീതമായ ആത്മാവാണ് ഞാൻ എന്ന ജ്ഞാനം, അഹങ്കാരം ഇല്ലാതാകുന്നു. ദേഹാദികളുമായുള്ള താദാത്മ്യമാണ് കർമ്മത്തിനും തദ്വാര കർമ്മബന്ധങ്ങൾക്കും കാരണം. ഇതിൽ നിന്നുള്ള മോചനം നൽകുന്നു. കർത്തൃത്വബോധം ഉണ്ടെങ്കിലല്ലേ കർമ്മങ്ങളാൽ ഒരാൾ ബന്ധനാവുകയുള്ളൂ.
അങ്ങനെയുള്ള ഒരാൾക്കല്ലേ മുക്തിക്ക് പരിശ്രമിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് മുക്തൻ ഒരിക്കലും മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നില്ല. പരിശ്രമമൊക്കെ കഴിഞ്ഞു. അവിടെ കർമ്മങ്ങൾ എത്ര വിധം എന്നുള്ളത് മുമ്പ് ചർച്ച ചെയ്തു. ഏതൊക്കെയാ? കർമാണി ഗതി വിധാനി തത്സന്ധി വിജേത് ആഗാമി സഞ്ചിത പ്രാരബ്ധഭേദേന ത്രിവിധാനി സന്ധി. കർമ്മങ്ങൾ എത്ര വിധം എന്നാണെങ്കിൽ ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. കർമ്മങ്ങൾ ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. ഇത് പല പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണെങ്കിലും ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി അതിന്റെ നിർവചനം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു പ്രകരണത്തിൽ. ജ്ഞാനോൽപത്തി അനന്തരം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം കർമ്മയദസ്തി തദാഗാമി ഇത്യഭിധീയതേ എന്നാ പറയുന്നത്. ജ്ഞാനോൽപത്തി അനന്തരം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം കർമ്മയദസ്തി തദാഗാമി ഇത്യഭിധീയതേ. ജ്ഞാനോത്പത്തിക്ക് ശേഷം അനന്തരം ജ്ഞാനി ദേഹകൃതം, ജ്ഞാനിയുടെ ദേഹത്താൽ ചെയ്യപ്പെടുന്ന പുണ്യപാപരൂപം, പുണ്യപാപരൂപത്തിലുള്ള കർമ്മങ്ങൾ ഏതൊക്കെയാണോ അവ ആണ് ആഗാമി കർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്നു. നിർവചനം ശാസ്ത്രീയമായൊരു നിർവചനമാണ്. ഇത് പല പ്രാവശ്യം പല വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണെങ്കിലും അതൊക്കെ നമുക്കൊക്കെ പൊതുവായിട്ട് പറയാൻ അറിയുമെങ്കിലും ഇതിന് ശാസ്ത്രീയമായൊരു നിർവചനം തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ജ്ഞാനോത്പത്തി അനന്തരം ജ്ഞാനി ദേഹകൃതം, ജ്ഞാനോത്പത്തിക്ക് ശേഷം ജ്ഞാനിയുടെ ദേഹത്താൽ. ഇവിടെ ജ്ഞാനം ഉൽപ്പന്നമാണോ എന്ന് ചോദിക്കരുത്, പരിമിതി വെച്ച് പറയുന്നതാണ്. എന്നാലും വ്യവഹാര ദൃഷ്ട്യാ ജ്ഞാനം ഉൽപ്പന്നമാകുന്നത് പോലെ തോന്നുന്നു. ഉള്ളതായ അറിവ് മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്രുതി. അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഖ്യന്തി ജന്തവ. അത് മറക്കരുത്. അത് മറന്നാൽ കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത് മറന്നാൽ ശ്രുതി വിരുദ്ധമാവും. ഇതൊക്കെ എഴുതി പിടിപ്പിക്കാൻ വേണ്ടി വാക്കിന്റെ പരിമിതി വെച്ച്, ഭാഷയുടെ പരിമിതി വെച്ച് എഴുതുന്നേ ഉള്ളൂ. അതിലുപരി അപ്പൊ ഇവിടെ ജ്ഞാനോൽപത്തി എന്ന് പറയുന്നത് അജ്ഞാനം നീങ്ങി, അജ്ഞാനം നീക്കി എന്ന് പറയാൻ വയ്യ. കാരണം ഇല്ലാത്തതിനെ നീക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ആ ജ്ഞാനോൽപത്തി, അതുകൊണ്ട് ജ്ഞാനോൽപത്തി എന്ന് പറഞ്ഞ് സമർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അനന്തരം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം, ജ്ഞാനിയുടെ ദേഹം ചെയ്യപ്പെടുന്ന പുണ്യപാപരൂപത്തിലുള്ള കർമ്മങ്ങൾ, അതാണ് ഇത്, അവയാണ് ആഗാമി കർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഈ ആഗാമി കർമ്മങ്ങൾ കൊണ്ട് എന്താ ഗുണം, എന്താണ് ദോഷം, അതാണ് ഇനി പറയുന്നത്. എന്തുകൊണ്ട് ജ്ഞാനി ദേഹകൃതം എന്ന് പറയുന്നു? ദേഹേന്ദ്രിയാദി ഉപാധിയല്ല, അവയിൽ ഉപഹിതമായ ആത്മചൈതന്യമാണ് ഞാൻ എന്ന ജ്ഞാനം ഉദിക്കുമ്പോഴാണ് ജ്ഞാനിയാകുന്നത്. വ്യക്തല്ലേ? എന്താ പറഞ്ഞത്? എന്തുകൊണ്ട് ജ്ഞാനി ദേഹകൃതം എന്ന് പറയുന്നു? അറിവുള്ളവനാൽ അല്ലേ ആണിത്. അറിവില്ലാത്തവനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. ജ്ഞാനോൽപത്തി അനന്തരാണ് പറഞ്ഞത്. അതുകൊണ്ട് ജ്ഞാനി ദേഹകൃതം, അറിവുണ്ടായതിനു ശേഷം അതിനുശേഷം പുണ്യപാപ രൂപമായിരിക്കുന്ന കർമ്മങ്ങൾ യാതൊന്നാണോ തദ് ആഗാമി ഇത്യഭിധീയതേ എന്ന് പറയപ്പെടുന്നു. എന്ന് പറയുമ്പോ ജ്ഞാനി ദേഹകൃതം ദേഹേന്ദ്രിയാദി ഉപാധിയല്ല, ദേഹം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയല്ല, ഈ ഉപാധിയല്ല, അവയിൽ ഉപഹിതമായ ആത്മചൈതന്യമാണ് ഞാൻ എന്ന് ജ്ഞാനം ഉദിക്കുമ്പോഴാണ് ഒരാൾ ജ്ഞാനിയാവുന്നത്.